CMF വാച്ച് പ്രോ 2, അതായത് CMF എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ വാച്ച്. ആദ്യം ഒരു വാച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു, അതൊരു സ്ക്വയറിഷ് ഡിസൈനിലാണ്. ഇപ്പോൾ വന്നത് ഒരു റൗണ്ട് ഡിസൈനിലാണ്. പക്ഷെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ തോന്നുകയാണ് ഇത് വാങ്ങിക്കേണ്ടായിരുന്നു. കാരണം മോശം എന്ന് പറഞ്ഞാൽ അത്രയും മോശം എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ അടുത്ത് കിട്ടുന്നത്. ഓരോ നെഗറ്റീവ്സും ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിൻ്റെ പാക്കിംഗ് വന്നിട്ടുള്ളത്. കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് CMFൻ്റെ ബഡ്സ് പ്രോ വാങ്ങിച്ചിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ്, ക്വാളിറ്റി. ആ ഒരു ക്വാളിറ്റി പാക്കിങ്ങിലും അവരുടെ ആ പുറത്തുള്ള ലോഗോ ഡിസൈൻ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ, അതായത് നമ്മൾ നോർമലി ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക, പുൾ ചെയ്യും, ഓപ്പൺ ചെയ്യും. പക്ഷേ അത് വാച്ചിൻ്റെ ബാക്ക് സൈഡാണ്. ആ ഒരു ഫസ്റ്റ് ടൈം അൺബോക്സിങ് എക്സ്പീരിയൻസ് അവിടെ പോയി കിട്ടി. പിന്നെ വേറൊരു വഴിയില്ല, അതുപോലെ തന്നെ പാക്ക് ചെയ്യാം, വീണ്ടും നമ്മുടെ പാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പുഷ് ചെയ്യാം, വീണ്ടും ക്ലോസ് ചെയ്യാം. ആ സ്റ്റിക്കറൊക്കെ ആരും അറിയാത്തതുപോലെ എന്ത് ചെയ്യാം, ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് ഒന്നും നടന്നിട്ടില്ലാത്ത പോലെ വീണ്ടും ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്കറിയാം എവിടെയാണ് വാച്ചിൻ്റെ ഫ്രണ്ട്, എവിടെയാണ് വാച്ചിൻ്റെ ബാക്ക്. അപ്പോൾ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് അൺബോക്സിങ് എക്സ്പീരിയൻസ് കിട്ടിയല്ലേ പറ്റൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു രീതിക്ക് തന്നെയാണ് ഈ പാക്കിംഗ് ഒക്കെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ മേലൊരു ജസ്റ്റ് ഒരു റാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, പേപ്പറിൻ്റെ. അത് അത്യാവശ്യം സ്ക്രാച്ചസ് ഒക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ നോർമലി എല്ലാ വാച്ചിൻ്റെ കൂടെ കിട്ടുന്ന പോലെ തന്നെ ആരും വായിക്കാത്ത ഒരു യൂസർ മാനുവലുണ്ട്. ചുമ്മാ മറിച്ച് നോക്കണമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലൊരു ചാർജിങ് കേബിളും വരുന്നുണ്ട്. അത്യാവശ്യം ഒരു 1/2 മീറ്റർ ലെങ്ത്തുള്ള ചാർജിങ് കേബിളാണ്. കുഴപ്പമില്ല, ക്വാളിറ്റിയൊക്കെ ഇവർ ക്വാളിറ്റിയിൽ കുഴപ്പമൊന്നുമില്ല, ക്വാളിറ്റിയൊക്കെ പക്കയാണ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന യൂസർ എക്സ്പീരിയൻസ്, അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇതൊരു റൗണ്ട് ഡിസൈനാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പോൾ കയ്യിൽ നമ്മൾ പിടിക്കുന്ന സമയത്തും അതുപോലെ തന്നെ കയ്യിൽ വെയർ ചെയ്തിരിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് ആ ഒരു ഫീല് നമുക്ക് കിട്ടും, ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഓപ്പൺ ചെയ്യാം. ആ ഒരു ബ്രാൻഡ് ലോഗോ, അതിൻ്റെ കൂടെ തന്നെ നമ്മളോട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പോൾ 1.32 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. നല്ലൊരു സണ്ണി ഡേയിലൊക്കെ ഞാൻ വെയർ ചെയ്യുന്ന സമയത്തും കാര്യങ്ങളൊക്കെ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ടൈം ആയാലും നോട്ടിഫിക്കേഷൻ ആയാലും ഒക്കെ റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാൻഡ് ഒരു രക്ഷയില്ല, നല്ല ക്വാളിറ്റിയാണ്. അതിൻ്റെ അകത്ത് CMF ബൈ നത്തിങ് ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വിക്ക് റിലീസ് ഉണ്ട്. 22 mm ആണ് സൈസ് വരുന്നത്. 22 mm ഏതൊരു ബാൻഡ് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ മാറ്റി കൊടുക്കാം. ആ ഒരു ക്വിക്ക് റിലീസ് ഉള്ളത് എന്തായാലും നന്നായി. പിന്നെ ഇതിൻ്റെ ബാൻഡ് ആരെങ്കിലും ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്ക് റിലീസ് ഉള്ളത് തന്നെ സെലക്ട് ചെയ്യാം. കാരണം ഇപ്പം ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരുപാട് വാച്ച് ബാൻഡ് ഉണ്ട് അവൈലബിൾ ആയിട്ട്, 100-150 രൂപയ്ക്കൊക്കെ. പക്ഷേ അതിനൊന്നും ക്വിക്ക് റിലീസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്വിക്ക് റിലീസ് ഇല്ലെങ്കിൽ. പിന്നെ ഇതിൻ്റെ ചാർജിങ് വരുന്നത് 2 ടെർമിനലായിട്ടാണ് വരുന്നത്, പോസിറ്റീവ് നെഗറ്റീവും. അത് ഒരു സൈഡിൽ മാത്രമേ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും, കാരണം അതിൽ മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. നോർമൽ നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന അഡാപ്റ്റർ തന്നെ യൂസ് ചെയ്താലും മതി. അപ്പോൾ അതിൻ്റെ അകത്തൊരു 5 വോൾട്ട് 1 ആംപിയർ ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ കാണുന്ന വാച്ച് ഫേസിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വാച്ച് ഫേസസ് ചേഞ്ച് ആക്കാൻ പറ്റും. ബാക്കിലും സൈഡിലൊക്കെ അത്യാവശ്യം നല്ലൊരു മിനിമൽ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട്. പിന്നെ ഇവരുടെ മെയിൻ സെല്ലിംഗ് പോയിൻ്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബെസൽസ് ആൻഡ് സ്ട്രാപ്പ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. ബെസൽസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യാം. അത് ക്ലോസ് ചെയ്യണമെങ്കിൽ വീണ്ടും റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യാം. അവിടെ ജസ്റ്റ് ചെറിയൊരു മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ അലൈൻമെൻറ്റ് തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 1.5 മാസം, അതായത് ഒരു 2 മാസത്തിൻ്റെ അടുത്തായി വാച്ച് ഇറങ്ങിയിട്ട് ഇതുവരെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഈ ഒരു ബെസലും അവൈലബിൾ അല്ല, അതുപോലെ തന്നെ അവർ പറയുന്ന ആ ഒരു ലെതർ സ്ട്രാപ്പും അവൈലബിൾ അല്ല. ഇപ്പോൾ തൽക്കാലം യൂസേഴ്സ് എല്ലാം ബാൻഡ് മാത്രം ചേഞ്ച് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാവും ഇറക്കാത്തത്. അല്ലെങ്കിൽ എന്തോ ഷോർട്ടേജോ അറിയില്ല. പക്ഷേ വേൾഡിൽ പല കൺട്രീസിലും അവൈലബിൾ ആണെന്ന് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ആൾക്കാരൊക്കെ അത് വാങ്ങിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ വാച്ചും അതുപോലെ തന്നെ ബാൻഡും ബെസൽസൊക്കെ ഒരുമിച്ചാണ് ഓർഡർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സിലിക്കോൺ ബാൻഡിൻ്റെ ഉള്ളിൽ ആ ഒരു ലോക്ക് ചെയ്ത് വെക്കുന്ന ബാൻഡിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഒരു പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഹോള് കറക്റ്റായിട്ട് അവിടെ ലോക്കായി കിടന്നോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കയ്യിൽ നിന്ന് കുറേ ലോങ് ടൈം വെയർ ചെയ്യുന്ന സമയത്ത് അത് താഴ്ന്നു പോകുന്ന ആ ഒരു പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ കയ്യിൽ വെയർ ചെയ്തിരിക്കുമ്പം ആ ഒരു വാച്ച് കയ്യിലുണ്ട് ആ ഒരു ഫീലൊന്നും വരുന്നില്ല. പിന്നെ സൈഡിൽ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ 2 സെൻസേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 2 മൈക്ക് വരുന്നുണ്ട്. പിന്നെ സെൻസേഴ്സ് വരുന്നത് ഒരു ഓക്സിജൻ സെൻസർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഹാർട്ട് റേറ്റ് സെൻസറും വരുന്നുണ്ട്. ജസ്റ്റ് കയ്യിലൊന്ന് കെട്ടി നോക്കാം. അത്യാവശ്യം കെട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവില്ല, ഒരു കുറച്ച് വെയിറ്റ് ഉള്ള വാച്ച്. എൻ്റെ അടുത്തുള്ള വേറെ 1-2 വാച്ചൊക്കെ കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ഫീൽ ഉണ്ടാവും വാച്ച് കയ്യിലുണ്ടെന്ന്. പക്ഷേ ഇവിടെ ആ ഒരു ജസ്റ്റ് നമ്മളൊരു ബാൻഡ് ഇടുന്ന പോലെ അത്രയേ ഉള്ളൂ. നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് തന്നെ ഉള്ളത്. പിന്നെ ഇതിൽ ക്വിക്ക് ജസ്റ്റർ, അതായത് നമ്മൾ കൈ റേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വാച്ചിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു മോഷൻ ഡിറ്റക്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു വാച്ച് ഓൺ ആവുന്നുണ്ട്.
പിന്നെ ഒരു അപ്ഡേറ്റ് വന്ന സമയത്ത് ഈ ഒരു ജസ്റ്റർ നന്നായിട്ട് വർക്ക് ചെയ്യാതിരുന്നു. കാരണം അവരൊരു ഓട്ടോമാറ്റിക് ജസ്റ്റർ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാനിപ്പോൾ ഇതിൽ അത് ഓഫ് ചെയ്തിട്ടാണുള്ളത്. അത് ഓഫ് ചെയ്യുമ്പോഴാണ് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു ഹാർട്ട് റേറ്റ് ഒക്കെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. മെഷർ ചെയ്യാൻ ഒരു ഫ്യൂ സെക്കൻഡ്സ് എടുക്കും. അപ്പോൾ ഇവിടുന്ന് മെഷർ ചെയ്ത് കിട്ടുന്ന ഡാറ്റ, അതായത് ഇപ്പോൾ നോർമലി നമ്മൾ 30 മിനിറ്റ്സിൽ 2 തവണ, അതായത് ഒരു 30 മിനിറ്റ്സ് സ്റ്റാർട്ടിങ്ങിലും അതുപോലെ തന്നെ എൻഡിങ്ങിലും പിന്നെ അടുത്ത 30 മിനിറ്റ്സിൻ്റെ എൻഡിങ്ങിൽ അങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. അപ്പം ഒരു മണിക്കൂറിൽ 2 തവണ വെച്ചിട്ട് നമ്മൾ ഹാർട്ട് റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് മെഷർ ചെയ്യുന്നുണ്ട്. ഈ മെഷർ ചെയ്യുന്ന ഡാറ്റ നമുക്കിപ്പം ഐഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ആപ്പിൾ ഹെൽത്തിലേക്കും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ ഫിറ്റ്നസ് ആപ്പിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഐഫോൺ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആപ്പിൾ ഹെൽത്ത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ സോഴ്സിൽ നമ്മൾ CMF വാച്ച് സെലക്ട് ചെയ്താൽ മതി. ഇനിയിപ്പം ആൻഡ്രോയിഡിലേക്കും ഐഫോണിലേക്കും സിങ്ക് ചെയ്യേണ്ടതെന്നാണെങ്കിൽ ഇവരുടെ തന്നെ ആപ്പ് ഉണ്ടല്ലോ, CMFൻ്റെ വാച്ചിൻ്റെ ആപ്പ് ഉണ്ട്. ആ വാച്ചിൻ്റെ ആപ്പിലേക്ക് തന്നെ നമ്മുടെ ഡാറ്റ മുഴുവൻ സ്റ്റോർ ആവുന്നതായിരിക്കും. ഞാൻ 1-2 വീഡിയോസ് കണ്ടിട്ടുണ്ട്. ആ വീഡിയോസിലൊക്കെ പറയുന്നത് ആക്യുറേറ്റ് അല്ല എന്നാണ്. ഇപ്പം മറ്റ് ഫിറ്റ്നസ് ബാൻഡുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് എക്സസൈസ് ചെയ്യുന്ന സമയത്തൊന്നും അത്ര ആക്യുറേറ്റ് ആയിട്ടല്ല വരുന്നത്. പിന്നെ ഇതിൽ വാച്ച് ഫേസിൽ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും സ്വൈപ്പ് ചെയ്താൽ വിഡ്ജറ്റ്സിൻ്റെ പേജാണ്. ഒരു 4 വിഡ്ജറ്റ്സിൻ്റെ പേജ് വരെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് നമ്മളെ വാച്ചിലെ ആപ്പ് വഴിയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ആപ്പിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഏതൊക്കെ വിഡ്ജറ്റ്സ് ആണോ വേണ്ടത് അത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇതിലൊരു വിഡ്ജറ്റ്സ് ഉണ്ട് വെതർ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വെതർ കാണിക്കുമ്പോൾ ഒരു ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ GPS ഓൺ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു സമയമെങ്കിലും നമ്മൾ വാച്ചുമായിട്ട് കണക്ട് ചെയ്യണം നമ്മൾ ആപ്പിനെ. എന്നാൽ മാത്രമേ വെതർ, ആ ഒരു ദിവസത്തെ വെതർ നമുക്ക് കിട്ടും. അപ്പോൾ അത് കുറച്ചൊരു അനോയിങ് ആയിട്ട് തോന്നിയില്ല. ഞാൻ അധികം GPS യൂസ് ചെയ്യാറില്ല ഫോണിൽ. അപ്പം ഈ ഒരു വെതർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ GPS ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒരു ആപ്പുമായിട്ട് ലിങ്ക് ചെയ്ത് വെക്കണം. പിന്നെ ഈ ഒരു ക്രൗൺ, അതായത് ഈ ഒരു ബട്ടൺ നമുക്കൊരു ക്രൗൺ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മെനുവിലാണെങ്കിൽ ആ മെനുവിൽ അപ്പ് ആൻഡ് ഡൗൺ കാര്യങ്ങളൊക്കെ മാറും. ഇനിയിപ്പോൾ വാച്ച് ഫേസിൽ വെച്ചിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലെ കളേഴ്സൊക്കെ നമുക്ക് മാറ്റാനും പറ്റും. അപ്പോൾ ഇതിലൊരുപാട് എക്സസൈസ് ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒന്നും ആക്യുറേറ്റ് അല്ലാത്തതുകൊണ്ട് അതായത് കിട്ടുന്നതൊരു 5-10% ഓഫാണ് എല്ലാത്തിൻ്റെയും ഡാറ്റ. അപ്പോൾ നമ്മളൊരു 1000 സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചില സമയത്ത് ഒരു 900 അല്ലെങ്കിൽ 800 അല്ലെങ്കിൽ 1100 ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ ഉണ്ടാവുക. പിന്നെ കുറേ ഓപ്ഷൻസ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് പിന്നെ വരുന്നൊരു സെറ്റിങ്സാണ് AOD, അതായത് നമ്മൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എനേബിൾ ചെയ്യാനുള്ള മെത്തേഡ്. അപ്പോൾ ഇവിടെ ഒരു 3 മെത്തേഡ് അവർ കൊടുത്തിട്ടുണ്ട് എനേബിൾ മെത്തേഡിൽ. അതിൽ ഒന്നാമത്തത് ക്ലോസ്, നമുക്ക് AOD വേണ്ടെങ്കിൽ ക്ലോസിൽ പ്രസ് ചെയ്താൽ മതി. പിന്നെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് ഡേ ടൈമിൽ മാത്രം AOD ഓൺ ചെയ്താൽ മതിയെങ്കിൽ അവിടെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് സ്മാർട്ട് എനേബിളാണ്. സ്മാർട്ട് എനേബിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിൽ വെയർ ചെയ്തിരിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഹാർട്ട് റേറ്റ് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് അവർ ചെക്ക് ചെയ്യും കയ്യിൽ തന്നെയാണോ വാച്ച് ഉള്ളത്. അപ്പോൾ കയ്യിലാണെങ്കിൽ മാത്രം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആവും. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കിത് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസം വരെ ഒരു സിംഗിൾ ചാർജിൽ കിട്ടുന്നുണ്ട്, അത്യാവശ്യം നോർമൽ യൂസേജിലൊക്കെ. പിന്നെ ഇതിലെ ഒരു മോസ്റ്റ് അനോയിങ് ഫീച്ചറാണ് ഈ ഒരു കാണുന്നത്. കാരണം വൈബ്രേഷൻ ഹാപ്റ്റിക് നമുക്ക് 2 സെറ്റിങ്സേ ഉള്ളൂ, ഒന്ന് സ്റ്റാൻഡേർഡ് ഒന്ന് സ്ട്രോങ്. 2 സെറ്റിങ്സ് ചെയ്താൽ നമ്മുടെ ഫോണിനെക്കാട്ടും കൂടുതലായിട്ട് ഇത് വൈബ്രേറ്റ് ചെയ്യും. കാരണം കയ്യിൽ വെയർ ചെയ്ത സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു 3-4 നോട്ടിഫിക്കേഷൻ ഒരുമിച്ച് വരികയാണെങ്കിൽ അപ്പോൾ ആ ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അനോയിങ് ആണ്. അതിലൊരു സോഫ്റ്റ് ഫീഡ്ബാക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു, കുറച്ചും കൂടെ ഒരു സെറ്റിലായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടുമായിരുന്നെങ്കിൽ. എന്തായാലും ഇനി അടുത്തൊരു ഓപ്ഷനിൽ അവരിത് മാറ്റും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഇൻകമ്മിങ് കോൾ വരുന്ന സമയത്ത് തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം ഇൻകമ്മിങ് കോൾ വാച്ചിൽ കാണിക്കാറില്ല, ഫോണിൽ മാത്രമേ കാണിക്കാറുള്ളൂ. പലർക്കും ഉള്ളൊരു പ്രശ്നമാണിത്. അതുപോലെ തന്നെ ആപ്പ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ ആപ്പിൻ്റെ ഐക്കൺ കാണാൻ പറ്റുന്നില്ല, ഏത് ഐക്കണാണെന്ന്. അതിന് പകരം ഇവർ വേറെ ഏതോ തരുന്നൊരു ഐക്കണാണ്. ഫോണിലുള്ള കംപ്ലീറ്റ് ആപ്പിൻ്റെ ഡിസ്പ്ലേ നമ്മൾ നോട്ടിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ബഗ്സ് നിറഞ്ഞിട്ട് എനിക്കിതൊന്ന് ഒരാൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ എനിക്ക് തന്നെ ഇത് വെയർ ചെയ്യാനോ ഇപ്പം തോന്നാറില്ല. എൻ്റെ ഇതുവരെയുള്ളൊരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ബേസിക്കായിട്ടൊരു സ്റ്റൈലിംഗ് ഫാക്ടറായിട്ട് നമുക്കിത് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് സാക്രിഫൈസ് ഒക്കെ ചെയ്യേണ്ടി വരും, നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യത്തിലായാലും അതിൻ്റെ ഫിറ്റ്നസ് ട്രാക്കിങ്ങിൻ്റെ കാര്യത്തിലായാലൊക്കെ. അല്ലാത്ത പക്ഷം ഒരു ഗാലക്സി വാച്ച് 4 ഒക്കെ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത്യാവശ്യം ഓഫർ ടൈമിലൊക്കെ ഒരു 8,000-9,000 റുപ്പീസിന് ഗാലക്സി വാച്ച് 4 അവൈലബിൾ ആണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും.